ഹായ് ഹലോ എല്ലാവർക്കും യുവസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി പൂളാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വെയിറ്റിങ്ങിലായിരുന്നു, എങ്ങനെയായിരിക്കും ആ ഒരു സംഭവം കയ്യിൽ കിട്ടുമ്പോൾ എന്നുള്ള ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയ സമയത്ത് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരാൾ മാത്രം തലവേദന എന്ന് പറഞ്ഞിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ക്ലാസ്സിന് പോയതുകൊണ്ട് തന്നെ അവരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കിട്ടിയ സമയത്ത്. അങ്ങനെ പൊന്നൂസും ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടന്മാർ ഓരോന്നിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് പൊട്ടിച്ച് വലിച്ച് കീറി പൊട്ടിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കത്രികയൊക്കെ വെച്ചിട്ട് വീഡിയോയ്ക്ക് ഒരു ലുക്ക് കിട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കത്രികയൊക്കെ വെച്ചിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം 3799 തോന്നുന്നു റേറ്റ് വരുന്നത്. അപ്പോൾ എക്സാക്റ്റ് റേറ്റും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ബോക്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറേ കുഞ്ഞു ബോൾസ് ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ആ ഒരു ഇതിൻ്റെ പ്രൊഡക്റ്റ് നോക്കിയ സമയത്ത് കുറച്ചും കൂടെ വലിയ ബോൾസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 140 ബോൾസാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 160 ബോൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് എണ്ണി നോക്കി. അപ്പോൾ അങ്ങനെ 160 ബോൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും കുഞ്ഞു ബോൾസ് അല്ലേ, അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവം അത്ര ഉണ്ടായിരുന്നു. ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ ഒരു ചിരിയൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പിന്നെ അടുത്ത ഇതിലാണ് നമ്മളെ ആ ഒരു പൂള് വരുന്നത്. അപ്പോൾ അത് കുറച്ച് നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സിലൊക്കെ ആയിട്ടായിരുന്നു ആ സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ പൂളിൽ എയർ നിറയ്ക്കുന്ന ആ ഒരു പമ്പും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഉള്ള സെറ്റാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇല്ലാത്തതും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി പൂളാണ്. 750 ലിറ്റർ വെള്ളമാണ് ഇതിൽ കൊള്ളുക. അങ്ങനെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒരു അച്ഛനമ്മ കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം വലിയ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു പൂളാണ് കേട്ടോ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ടാർപ്പായ പോലത്തെ ആ ഒരു ഷീറ്റിനെ പോലെയൊക്കെ തോന്നി. അപ്പോൾ അതുതന്നെയല്ലേ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് നിർത്തി നോക്കിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് വരുന്നത്, അതിൻ്റെ കൂടെ വരുന്ന ആ ഒരു പമ്പ് എന്ന് പറയുന്നത്, അതായത് എയർ നിറയ്ക്കുന്ന ആ ഒരു സംഭവം. ഇതിൻ്റെ കൂട്ടത്തിൽ 3 ടൈപ്പ് സാധനങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്ന് നമുക്ക് എയർ നിറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് നമുക്ക് അതിലത്തെ എയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്കി ഒന്നിൻ്റെ ഉപയോഗം മാത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. എവിടെയെങ്കിലും ഡാമേജ് ആയിട്ട് എന്തെങ്കിലും ഹോൾസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ഒരു സ്റ്റിക്കറും വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ എയർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യം വെച്ചത് നമ്മൾ എയർ റിമൂവ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ എയർസൊക്കെ ഇങ്ങോട്ട് പോരുന്ന കണ്ടപ്പോഴാണ് അതല്ലാന്ന് മനസ്സിലായത്. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു എയർ നിറയ്ക്കുന്ന ആ ഒരു സംഭവത്തിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്ര സൈസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ടതല്ലാതെ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങിലായിരുന്നു. എല്ലാവർക്കും കഴിയുമോ, അതായത് കുട്ടികൾക്ക് മാത്രം പറ്റുന്നതാണോ അതോ വലിയവർക്കും പറ്റുമോ ഉള്ളത് ഇങ്ങനെ സൈസ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഭാഗം നമ്മൾ എയർ നിറച്ച് കഴിഞ്ഞ് ബാക്ക് സൈഡിൽ വീണ്ടും നിറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ലെയറായിട്ട് വരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളന്ന് സൗദിയിൽ നിന്ന സമയത്ത് തന്നെ ചേച്ചിയും കുട്ടികളൊക്കെ അവർ നിന്ന സമയത്ത് തന്നെ അവർ അവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞ് നിന്നതായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് പറഞ്ഞയച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഓർഡർ ചെയ്ത് അങ്ങനെ ഓർഡർ ക്യാൻസലായി എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഫൈനലി നമ്മൾ പ്രൊഡക്റ്റ് കിട്ടിയപ്പോഴാണ് ഓർഡർ റെഡി ആയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാര്യങ്ങളൊന്നും അതിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ സംഭവം ഇത് അതിൽ എയറൊക്കെ നിറച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് സൈഡിൽ കുറച്ച് വെയിൽ കുറവുള്ള ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനും വെള്ളത്തിൽ ചാടാനൊക്കെ സുഖമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല ആ താഴെയുള്ള കട്ട നല്ല ചൂടായതുകൊണ്ട് തന്നെ താഴെ ഷീറ്റും നമ്മളെ ഡോർമാറ്റൊക്കെ പഴയതുള്ളതൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ സാരിയൊക്കെ വിരിച്ചിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെള്ളം നിറച്ചപ്പോൾ അവിടെ കുറച്ചൊക്കെ വെയിലുണ്ട്, കുറച്ചും കൂടെ അപ്പുറത്ത് വെയിൽ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മളിതിത്തെ വെള്ളം പിന്നെ കളഞ്ഞു. അപ്പോൾ ആ താഴെ ഹോൾസ് ഉണ്ട്, ആ ഹോൾസിൽ കൂടെ നമ്മൾ ഒരു സൈഡ് പൊക്കി കൊടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളം നിറച്ചിട്ട് നമുക്ക് പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ആവുമോ വിചാരിച്ചിട്ട് ഇവിടെ തന്നെ വെള്ളം കളഞ്ഞിട്ട് കുറച്ചും കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അതിൽ വെള്ളം നിറച്ച് അതിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. വലിയവരൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ കുട്ടികളൊക്കെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. നാദൂസും അതുപോലെ തന്നെ മീനുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പിന്നെ തലവേദന എന്ന് പറഞ്ഞിട്ട് അന്ന് ക്ലാസ്സിന് പോകാത്തത് കൊണ്ട് തന്നെ അത് കൊണ്ടുവരുന്നതും പൊട്ടിക്കണൊക്കെ കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവളും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ കുഞ്ഞ് ബോൾസൊക്കെ കിട്ടിയപ്പോൾ കുട്ടികൾ ഇവയും നാദുമൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ.
അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സ്ഥലം മാറ്റി കുറച്ചും കൂടെ അപ്പുറത്തെ സൈഡിലാകുമ്പോൾ വെയിലധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിൽ വെള്ളമൊക്കെ നിറച്ചു. 750 ലിറ്റർ വെള്ളം കൊള്ളും. പക്ഷെ നമ്മളത് ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നില്ല. അഥവാ ചെറിയ കുട്ടികളൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കുറച്ച് അത്യാവശ്യം ഓവറായിട്ടുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയൊന്നും നിറയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫസ്റ്റത്തെ ആ ഒരു ലെയർ മാത്രമേ നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ബോൾസ് ഇട്ട് കൊടുത്തു. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 2 ദിവസത്തിനേ കാണുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് ബോൾസ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം നിറച്ചതിന് പിന്നാലെ മക്കൾ ഇറങ്ങി, കൂടെ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ലവ് യു, ബൈ.